സത്യം പറഞ്ഞാൽ എന്നെ റിസപ്ഷനിലോട്ട് വിട്ടതാണ്. പക്ഷെ ഞാൻ നടന്ന് അറിയാതെ റെസ്റ്റോറൻറ്റിലോട്ട് എത്തിപ്പോയി. അപ്പോൾ അവർ ചേട്ടന്മാർ പറഞ്ഞു എന്നോട് മേലെയാണ് റിസപ്ഷൻ. അവരെല്ലാവരും വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങാൻ പോയേക്കാം. മേലെയാണ് റിസപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ചായ കുടിച്ചിട്ട് നോക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നേക്കാം. ഞാൻ വിളിച്ച് പറയട്ടെ. ഓക്കെ, അപ്പോൾ വഴി തെറ്റി വന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ചായ കുടിക്കുന്നതാണ്. ബാക്കാണ് തീറ്റയാണ് സാറിൻ്റെ മെയിൻ. ഗർഭിണി ഞാനാണെങ്കിലും വയറ് മൊത്തം വെക്കുന്നത് ഷാരൂഖാണ്. നല്ല ടേസ്റ്റ് ഉള്ള അയറൊക്കെ ഭയങ്കര തണുപ്പാണ്, അസഹ്യമായ തണുപ്പാണെന്നാണ് പറയപ്പെടുന്നത്. ചായ എങ്ങനെയുണ്ട് അപ്പച്ചേ? ചായ എങ്ങനെയുണ്ട്? ചാപ്പൂന് കുറച്ച് തലവേദനയൊക്കെ വന്ന് കിളിയായിട്ട് ഇരിക്കണതാണ്. ഇനി ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വേണം. എല്ലാവരും ആക്റ്റീവാണ്. ഇവിടെ 70 acres അടുത്ത സ്ഥലമുണ്ട്. വലിയ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് നടന്ന് കാണാനുണ്ട്. പുള്ളി പറഞ്ഞു നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല, പക്ഷെ നടക്കണം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് നടക്കണേന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇരിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലങ്ങളുണ്ട്. ഇനിയോടെ ഭയങ്കര ശബ്ദമാണ്, അതുകൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് നിർത്തി വെക്കുകയാണ്. നമുക്കാണെങ്കിൽ പഴംപൊരി ചായയാണ്. ചായ നല്ല ടേസ്റ്റ് ഉണ്ട്. കോഫിൻ്റെ അത്ര ഒരു ഞാൻ കുടിച്ചില്ല, പക്ഷെ റിവ്യൂ അത്ര അടിപൊളിയായിട്ട് തോന്നില്ല. പക്ഷെ ചായ ഒരു രക്ഷയില്ല, നല്ല ഏലക്കൊക്കെ ഇട്ടിട്ടുള്ള ചായ. യെസ്, അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയിലോട്ട് കിടന്നിരിക്കുന്നു. ഗൈസ്, ഡിന്നർ എന്തൊക്കെ എടുത്തു? നെല്ലിക്ക ഉപ്പിലിട്ടതാ? ഓ, അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ആദ്യത്തെ 3 മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ട് കഴിക്കുന്നത്. കാരണം ബേബി വെറ്റിൽ ശബ്ദിക്കണ പോലെയായിരുന്നു. പിന്നെ മൈ എവർ ഫേവറേറ്റ് ഫ്രൈഡ് റൈസ് നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അയർ എന്തൊക്കെ എടുത്തു? അയർ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ഗോബി മഞ്ചൂരിയൻ, ഗാർലിക് ഫിഷ്. നല്ല സ്റ്റൈലായിട്ട് എടുത്ത് വെച്ചാണ്. അതൊക്കെ സൂപ്പ് എങ്ങനെയുണ്ട്? വാപ്പച്ചിക്ക് ഇഷ്ടമായി സൂപ്പ്. വാപ്പച്ചി ഇപ്പോഴും സെലക്ഷനിലാണ്, ഇവരെ കഴിഞ്ഞിട്ടില്ലെന്നാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലെയിൻ റൈസ് കോയിൻ പൊറോട്ട എടുക്കും. ഓക്കെ, ഇനി ഞാൻ കഴിക്കട്ടെ. ബൈ. ഞാൻ സെക്കൻഡ് റൗണ്ട് എടുത്തു. ഇതിൽ ആലു മട്ടർ മസാലയുണ്ട്, അതാണിത്. ചില്ലി ചിക്കൻ എടുത്തു, കോയിൻ പൊറോട്ട കഴിക്കാൻ, പിന്നെ കുറച്ച് അച്ചാറ്, പപ്പടം. ഇപ്പോൾ ഫുൾ റെപ്യൂട്ടേഷനാണ്. ഞാൻ സെയിം സാധനം തന്നെ എടുത്തോ. അയാളുടെ തുടക്കം എങ്ങനെയായിരുന്നു? ഇപ്പൊ അങ്ങനെ നോക്കിയാൽ അമ്മാച്ചോ എടുക്കാനുണ്ട്. അമ്മാച്ചോ പക്ഷേ ഒരിന്ന പോരാട്ടത്തിലാണ് ഇവിടെ രണ്ടുപേരും. എല്ലാവരും എണീറ്റ് ഒഴിവാക്കി നമ്മുടെ ഇവിടെ. എൻ്റെ പൊന്നെ അമ്മാച്ചു കൊടുക്കണത് മാഷാ അല്ലാ. 4ാമത്തെ 3 നീ കള്ളം പറയില്ല. നീ ഐസ്ക്രീം ഉമ്മച്ചിയും അങ്ങോട്ട് എല്ലാവരും പോയാറാണ് വീണ്ടും പോയി എടുത്തത്. ആണോ അയറ? അയറയാണെന്ന് ഞാൻ കഴിച്ചില്ല. എനിക്ക് തൊണ്ടവേന ടോൺസിലുള്ള കാരണം പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല. ഇപ്പോൾ കോട ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മച്ചി വന്നിട്ട് കൈ കഴിക്കും. ഉമ്മച്ചി അടുത്ത സെറ്റ് അമ്മാച്ചു. പിന്നെ ഞങ്ങളും ഉമ്മീനെയും എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ചീത്ത പറയില്ല പിള്ളേർ. ഉമ്മച്ചി അറിഞ്ഞ് പണ്ടാരടക്കാനും ഒന്നും പറയില്ല. അതിനൊക്കെ കുഞ്ഞിക്ക് സൈക്കിളിൽ വീണിട്ട് 4 തരും. സൈക്കിൾ ഓടിച്ചോണ്ടല്ലേ വീണതെന്ന് പറയും. കോട ഇറങ്ങി. എനിക്ക് കോട ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ മൂന്നാറും വാഗമണൊക്കെ പോകുമ്പോ കോട കാണണം എന്ന് പറയുമ്പോ ഞാൻ ഓർക്കും ഇതുവരെ കാണാത്തോണ്ടാണ്. കുറച്ച് പകലായിരുന്നു വരേണ്ടത്. ഇപ്പൊ ഇറങ്ങി രാവിലെ ഇറങ്ങുമെന്ന് പറയണ്ട് കോട. എനിക്ക് കോട ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലാ പ്രാവശ്യം കോട കാണുമ്പോ ശാരദ ഇതേ എക്സൈറ്റ്മെന്റ് ആണ്. ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് ദി ഇന്നർ ചൈൽഡ് ഹി ഹാസ്.
കോടക്കകത്തുനിന്ന് ആയിര വാപ്പാപ്പാന്റെ ഫോട്ടോ എടുക്കാൻ നോക്കണതാ ഈ മാക്സിമം. ഫോട്ടോയും കാണിച്ചു കൊടുക്കണോട്ടോ എന്നിട്ട്. ഈ ഫോട്ടോയും കാണിച്ചു കൊടുക്കണം. ചാപ്പു മനസ്സ് തുറന്ന് എല്ലാവരുടെ ഇടയിൽ കൊറേ ഡാൻസ് കളിച്ചു. വ്ളോഗിലിടുന്നത് മനസ്സ് തുറന്നത്. ചാപ്പു മനസ്സ് തുറന്ന് കളിച്ചില്ലേ? ആ ഉമ്മയും കളിച്ചോ? ഉമ്മി 10ാം ക്ലാസ്സിലെ ഗെറ്റ് ടുഗദറിന് ശേഷം ഉമ്മീന്റെ ഉള്ളില് ആ എല്ലാരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളി. വൻ ഡംസ് മാച്ച് കളിയിലാണ്. അടിപൊളി ചിരി ചിരി ചിരിച്ചിരിക്കും. വയറൊക്കെ വേദിച്ചു തുടങ്ങി. 4 വാക്ക് ഉമ്മച്ചി ഒച്ച പറഞ്ഞു നമ്മളെ പറയേണ്ടത്. നവ്യാനായിട്ടുള്ള പടം കല്യാണരാമൻ. റിംഗ് മാസ്റ്റർ കാല് വെച്ച് മുള്ളിയ ഷൂ CID മൂസ ഗോമൂത്രം ഷൂ ഇട്ടിട്ട് മൂത്രമൊഴിക്കാൻ പോയാ ഷൂ 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 ആകാശം നക്ഷത്രം നക്ഷത്രം നക്കിയ ആകാശദൂത് നല്ല ടേസ്റ്റ്. ഉപ്പ് ആരുടെ പടമാണ്? മോഹൻലാൽ മമ്മൂട്ടി ചാപ്പു അങ്ങനെ കാണിക്കാൻ പാടില്ല. ആക്ഷൻ കാണിക്കാൻ പാടില്ല. പടം കണ്ടുപിടിക്കും നമ്മളെ കണ്ടുപിടിക്കണ്ട. മോഹൻലാലിന്റെ പടം മനസ്സിലായി. നാക്ക് തുപ്പി നാടോടിക്കാറ്റ് അക്കരെ 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 ഇതെന്താ നക്കണ അച്ചാറ് തക്കി മുഖത്ത് വരണം. മാങ്ങ അറിയണം. മാങ്ങ ഉണ്ട് മനസ്സിലായി. മാങ്ങ 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 എറിഞ്ഞു. മാങ്ങ എറിഞ്ഞു. മാങ്ങ എറിഞ്ഞിട്ട് മുഖത്ത് വരും. മോഹൻലാലെന്ന് മനസ്സിലായി. വേറെ എന്തെങ്കിലും ഒന്ന് പറയോ? ഈ മാങ്ങേനെ എറിയത് അച്ചാറ് തക്കൽ മാത്രമല്ലാണ്ട് ഒരു വാക്ക് മാങ്ങ മാങ്ങ മതി. തോറ്റു തോറ്റു പറ. മാവി നടത്തേ ഉണ്ടാക്കണ മാങ്ങ കാണിച്ച് ഒരാകാശത്ത് നോക്കിട്ട് മന്ത്രം എനിക്ക് കൂടി കാണിക്കണ്ട്. അടുത്ത മതി മതി ബാബാ ബാബു